ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ എന്റെ ജോലി എല്ലാവർക്കും അറിയാലോ. അതായത് ഞാൻ സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച, അതായത് 9 തുടങ്ങി 15 വരെ, ഇന്നലെ വരെ സ്വിഗ്ഗിയിൽ ഓടി എനിക്ക് ഏകദേശം ഒരു 11,300 സംതിങ് പൈസ കിട്ടി. അതായത് ഞാൻ ബുധനാഴ്ച ഞാൻ മടി പിടിച്ച് ഞാൻ വീട്ടില് വെറുതെ ലീവ് എടുത്തു. അന്ന് കാരണം എനിക്ക് ഒന്ന് 200 രൂപയ്ക്ക് കണ്ടൊന്ന് ഓടിയുള്ളൂ. അന്നൊരു മടി പിടിച്ചു. അതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ പോലും ഒരു 13,000 രൂപ നടന്നേനെ. അപ്പൊ എങ്ങനെ പോയാലും ഇപ്പൊ ഓൾറെഡി എനിക്കൊരു 11,300 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ കാണിച്ചു തരാം. സ്വിഗ്ഗിയിൽ ഒരാഴ്ച ഇതാണ് ഇതാണ് ഞാൻ ജോലി ചെയ്തത്. അതായത് 9 തുടങ്ങി 15 വരെ, തിങ്കൾ തുടങ്ങി ഞായർ വരെ, അത്രയും ദിവസം ഞാൻ കിടന്ന് ഓടി. അതായത് എല്ലാ ദിവസവും ഒരു 1000 വീതം അടിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മാത്രം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മടി പിടിച്ച് ഞാൻ വീട്ടിലിരുന്നു. അന്നൊരു 200 രൂപയ്ക്ക് മാത്രം ഓടിയേ. അന്നും കൂടി ഓടിയായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 13,000 രൂപ കഴിഞ്ഞാണ്. എന്തായാലും ഇത്രയും നല്ലൊരു ജോലി എനിക്ക് വേറെ ഒന്നും കിട്ടിയുള്ളൂ. അത് ഒരാഴ്ച കൊണ്ട് 10,000 രൂപയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യയല്ലേ 10,000 ഒക്കെ. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. അതൊന്ന് പറയണം, അങ്ങനെയൊക്കെ വിചാരിച്ചു വന്നാ. പിന്നെ ഞാൻ അടുത്ത് പറയണെങ്കിൽ ഇതാണ് ഈ സംഭവം. 11,364. അതായത് ചത്ത് കിടന്ന് പണിയെടുക്കണോട്ടാ. ഇപ്പൊ ഞാൻ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ 1933 രൂപയ്ക്ക് ഓടി. അതായത് 1933 രൂപ, 2,000 രൂപയ്ക്ക് അടുത്ത്. പിന്നെ ചൊവ്വാഴ്ച അതേപോലെ 1377. അങ്ങനെ ഓടി. പിന്നെ ബുധനാഴ്ച ഇപ്പൊ ഉച്ചയ്ക്ക് ലോഗിൻ ചെയ്തു, അതായത് 11 മണിക്ക് ലോഗിൻ ചെയ്തു. പിന്നെ എനിക്ക് അങ്ങോട്ട് ഓർഡർ അടിക്കല്ല. അപ്പൊ ഞാൻ വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി. വൈകുന്നേരം ഇറങ്ങാന്ന് വിചാരിച്ചു. വൈകുന്നേരം ഇങ്ങനെ നോക്കിയപ്പോ അതൊരു മടി പിടിച്ചു. പിന്നെ അന്ന് ഓടിയിട്ടേ ഇല്ല. അന്ന് 2 മണിക്കൂർ അങ്ങോട്ട് ഓടിയിട്ടുള്ളൂ. ആ പൈസ അതാണ് 200 രൂപ. 200 രൂപയ്ക്ക് ഇന്നലെ അന്ന് ഓടാൻ പറ്റുള്ളൂ. പിന്നെ ചൊവ്വാഴ്ച നമ്മള് ബാക്ക് ടു വർക്കായി. ഒരു 8 മണിക്കൂർ കൊണ്ട് 1,654 രൂപ. പിന്നെ വെള്ളിയാഴ്ച ഇതേപോലെ തന്നെ 8 മണിക്കൂർ 1,371. അതായത് ഞാൻ കൃത്യമായിട്ട് 8 മണിക്കൂർ എന്ന് പറയുന്നത്, ഞാൻ രാവിലെ 11 മണിക്ക് കയറും, 3 മണിക്ക് ഇറങ്ങും, അത് കഴിഞ്ഞ് 6 മണിക്ക് കയറും, പിന്നെ ഒരു 10 മണി വരെ മാക്സിമം ഓടും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ 8 മണിക്കൂർ ആവുന്നത്. അപ്പൊ പിന്നെ വെള്ളിയാഴ്ച 1,371. പിന്നെ ശനിയാഴ്ച കുറച്ച് നേരം കൂടുതൽ നിന്നു. അതായത് ഏകദേശം ഒരു 10-12 മണിക്കൂർ വന്നു. അതെന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്ക് കയറി, 3 മണിക്ക് ഇറങ്ങി, പിന്നെ 6 മണിക്ക് കയറി, പിന്നെ വെളുപ്പിന് 3:30 വരെ ഞാൻ ഓടി. 3:30 വരെ ഞാൻ ജോലി ചെയ്തു. അതായത് വെളുപ്പിന് 3:30 ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ, കാരണം പൈസ ഇങ്ങനെ അന്ന് ഞാൻ 2,072 രൂപയ്ക്ക് വർക്ക് ചെയ്തു ശനിയാഴ്ച. അത് വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങോട്ട് ജോലി അങ്ങോട്ട് തുടർന്നു. അത് കാരണം 2,000 രൂപ ശനിയാഴ്ച മാത്രം കിട്ടി. അത് കഴിഞ്ഞ് 3 വെളുപ്പിന് 3:30 കിടന്നപ്പോ, പിന്നെ നോക്കിയപ്പോ 6 മണി തൊട്ട് ഇൻസെന്റീവ് ഉണ്ട് ഞായറാഴ്ച. അപ്പൊ അത് കരുതി 5:30 ആയപ്പോ അലാറം വെച്ചിട്ടു. അതായത് 2 മണിക്കൂർ അന്ന് കിടന്നത്. 2 മണിക്കൂർ ആയിരുന്നു. 5:30 എണീറ്റു, 6 മണി ആയപ്പോഴേക്ക് ഓണാക്കി. 6 മണി ആയപ്പോ ഞായറാഴ്ച 6 മണിക്ക് ഓടി. 6 മണിക്ക് ഓടി. പിന്നെ ഒരു 3 മണി ആയപ്പോ നിർത്തി. 6 മണി തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട്, അത് നിർത്തിയിട്ടില്ല. നല്ല ഓട്ടമായിരുന്നു. 6 മണിക്ക് തുടങ്ങി, അത് 3 മണി ആയപ്പോ 3 മണി വരെ ഓട്ടം. അങ്ങനെ ഓടി. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 6 മണി തുടങ്ങി. ഇന്നലെ രാത്രി ഒരു 12 മണി 1 മണി ആയപ്പോഴേക്ക് ഞാൻ നിർത്തി. അപ്പൊ അങ്ങനെ 2,762 രൂപ ഇന്നലെ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. അപ്പൊ അതാണ് ടോട്ടല്. എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. ഇതിപ്പോ 11,364 രൂപ ഒരു ദിവസം ലീവ് എടുത്തിട്ട്. കണ്ടിന്യൂസ് ഓടുകയാണെങ്കിൽ 13,000 കഴിഞ്ഞാനെ. പിന്നെ ഇങ്ങനെ ചത്ത് കയറുന്ന പണി. ഇപ്പൊ ഇന്നലെ ഞാൻ ഓടിയ സമയം എന്ന് പറഞ്ഞാൽ, വർക്ക് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ 16 മണിക്കൂറാണ്. ഇന്നലെ ഞാൻ 16 മണിക്കൂർ കൂടുതൽ ഞാൻ വർക്ക് ചെയ്തു. ചിലവരൊക്കെ പറയും ഇങ്ങനെ ചത്ത് പണിയെടുത്തിട്ട് എന്തിനാണ്. ഇങ്ങനെ ചത്ത് പണിയെടുത്ത പൈസ കിട്ടും. അപ്പൊ അത് കാരണം നമ്മള് വർക്ക് ചെയ്യും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വിഗ്ഗിയിൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ 8 കൊല്ലം കണ്ടായി ഞാനിത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് മടുപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല. മടുപ്പ് തോന്നിയാൽ നമ്മൾ കുറച്ചു നേരം ബ്രേക്കും. പിന്നെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അപേക്ഷയല്ല. കാരണം നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് റെസ്റ്റ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കാരണമാണ് എനിക്ക് ഈ ജോലി വിട്ട് പോകാൻ എനിക്ക് തോന്നാത്തത്.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ ഒരു മാസം ഒരു മാസമല്ല ഒരാഴ്ച 11,000. അതായത് ഞാൻ ലൈവ് വന്നപ്പോ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് വല്ല ജോലിയും തരും അങ്ങനെയാണെങ്കിൽ. എടാ നിന്റെ മുമ്പിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇതേ സ്വിഗ്ഗി, ഇങ്ങനെ സൊമാറ്റോ, അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ സൊമാറ്റോയിൽ ഞാൻ കയറിയുള്ള, ഞാൻ സ്വിഗ്ഗി മാത്രമാണ് ഞാൻ ഒരു 8 കൊല്ലം ചെയ്തത്. അപ്പൊ ജോലി ഇല്ലാത്തവർക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കണ്ട. ഇതേപോലെ സ്വിഗ്ഗിയിൽ കയറാ, കൈ നിറയെ സമ്പാദിക്കുക. അങ്ങനത്തെ പറയാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞാ ഒരെണ്ണം കൂടിയുണ്ട്. ഇതാണ് എന്റെ വീക്ക്, അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ലോഗിൻ ടൈം. അതായത് തിങ്കളാഴ്ച ഞാൻ 8 മണിക്കൂർ, ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക് 3 മണി വരെ, പിന്നെ 6 മണി തൊട്ട് 10 മണി വരെ. പിന്നെ ചൊവ്വാഴ്ച 9 മണിക്കൂർ. അത് ഈ സമയം തന്നെ. പിന്നെ ബുധനാഴ്ച ഞാൻ മടി പിടിച്ചു, 2 മണിക്കൂറാ വർക്ക് ചെയ്തിട്ടുള്ളൂ, 200 രൂപ കിട്ടി, നിർത്തി. വ്യാഴാഴ്ച 8 മണിക്കൂറിലേക്ക് വീണ്ടും കയറി. വെള്ളിയാഴ്ച 8 മണിക്കൂർ. ശനിയാഴ്ച ആയപ്പോ 11 മണിക്കൂർ. അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെളുപ്പിന് 3:30 വരെ ഓടിയിരുന്നു. അതായത് കാലത്ത് 11 മണിക്ക് കയറി, 3 മണിക്ക് നിർത്തി, പിന്നെ 6 മണിക്ക് കയറി, 11 മണിക്ക് നിർത്തി. 11 മണിക്കല്ല 3:30 നിർത്തി. അങ്ങനെ 11 മണിക്കൂർ. പിന്നെ ഞായറാഴ്ച സർജും ഇതൊക്കെ കൊണ്ടപ്പോ അങ്ങോട്ട് 16 മണിക്കൂർ ഓടി. ഒരു ദിവസത്തിന് പകുതി കൂടുതല്. പകുതി കൂടുതൽ. ഒരു ദിവസത്തിലെ പകുതി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറല്ല, അതിൽ പകുതി കൂടുതല്, 3/4 ദിവസം ജോലി ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇതൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അത് വന്നു. അത്രേ ഉള്ളൂ. ശരി.